നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 26 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, അറിയിപ്പുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് മെയ് 25 ഇന്നലെ 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് 4ാം തവണയാണ് രാജ്യത്ത് ഇന്ധനവില ഉയരുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിൽ മാത്രം 8 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. പുതുക്കിയ നിരക്കനുസരിച്ച് തിരുവനന്തപുരത്ത് പെട്രോൾ വില 115 രൂപ 32 പൈസയും ഡീസൽ വില 104 രൂപ 41 പൈസയുമായിട്ട് ഉയർന്നു. കൊച്ചിയിൽ പെട്രോളിന് 113 രൂപ 61 പൈസയും ഡീസലിന് 102 രൂപ 52 പൈസയുമാണ് നിലവിലെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നീളുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതാണ് രാജ്യത്തെ വില വർധനവിന് കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. അതേസമയം ഇന്ധനവില ഇനിയും 20 രൂപയോളം വർദ്ധിപ്പിക്കണമെന്ന സമ്മർദ്ദം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ കമ്പനികളൊക്കെ തന്നെ സർക്കാരിന് മേൽ ചെലുത്തുന്നുണ്ടെന്നാണ് സൂചന. വരും ദിവസങ്ങളിലും ഇന്ധനവില ഘട്ടം ഘട്ടമായിട്ട് ഉയരാൻ തന്നെയാണ് ഇത് വഴിതെളിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തേക്കുള്ള +1 പ്രവേശനത്തിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 4,10,456 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ആശ്വാസ വാർത്ത കൂടി വന്നെത്തിയിരിക്കുകയാണ്. അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കി. കൂടുതൽ അപേക്ഷകരുള്ള 9 ജില്ലകളിലാണ് ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിച്ചത്. ഇതിൽ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 30%, 2 ജില്ലകളിൽ 20%വുമാണ് സീറ്റ് വർധനവ്. മുൻ വർഷങ്ങളിൽ അനുവദിച്ചതും നിലവിൽ തുടരുന്നതുമായിട്ടുള്ള 313 താൽക്കാലിക ബാച്ചുകൾക്ക് ഇത്തവണയും തുടർ അനുമതി നൽകിയിട്ടുണ്ട്. അപേക്ഷകർ കൂടുതലുള്ള തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതേ ജില്ലകളിലെ എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% സീറ്റ് വർധനവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശന സമയത്ത് ആവശ്യക്കാരുടെ എണ്ണം കൂടുകയാണെങ്കിൽ അധികമായി 10% കൂടി, അതായത് ആകെ 30% സീറ്റ് വർദ്ധിപ്പിക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 20% സീറ്റ് വർധനവാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത്. വരും അധ്യയന വർഷത്തിലും നിലവിലുള്ള അധിക താൽക്കാലിക ബാച്ചുകൾ നിലനിർത്തണമെന്ന ആവശ്യപ്രകാരമാണ് 313 ബാച്ചുകൾക്ക് തുടരാനായിട്ട് സർക്കാർ അനുമതി നൽകിയത്. സീറ്റ് പ്രതിസന്ധി മൂലം ആർക്കും ഉപരിപഠനത്തിന് അവസരം നഷ്ടമാകില്ലെന്ന് ഉറപ്പാക്കാനാണ് സർക്കാരിൻ്റെ ഈ ഒരു അടിയന്തര ഇടപെടൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വളരുമ്പോൾ അതിനോടൊപ്പം തന്നെ സൈബർ തട്ടിപ്പുകാരും പുതിയ വഴികളൊക്കെ തന്നെ ഇപ്പോൾ തേടുകയാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ എന്നിവയൊക്കെ വഴി മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന പുതിയ തരം വീഡിയോ കോൾ ബ്ലാക്ക് മെയിലിംഗ് തട്ടിപ്പുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവുമായിട്ട് ഇപ്പോൾ കേരള പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. അപരിചിതരിൽ നിന്നും വരുന്ന ഇത്തരം കോളുകളോടെ കൃത്യമായ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഒക്കെ തന്നെ നേരിടേണ്ടി വരുമെന്നാണ് സൈബർ സെല്ല് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന അപരിചിതമായിട്ടുള്ള വീഡിയോ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മറുവശത്ത് പെട്ടെന്നൊരു അശ്ലീല വീഡിയോ പ്രത്യക്ഷപ്പെടുകയും ഈ സമയത്ത് ആ വിൻഡോ സ്ക്രീനിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ മുഖം ഉൾപ്പെടെ തട്ടിപ്പുകാർ റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ തന്നെ അയച്ചു കൊടുക്കുമെന്നോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പരസ്യപ്പെടുത്തുമെന്നോ ഒക്കെ തന്നെയുള്ള ഭീഷണിപ്പെടുത്തിയാണ് ഇവർ ഈ പണം ആവശ്യപ്പെടുന്നത്. പലരും മാനഹാനി ഭയന്ന് പണം നൽകുമെങ്കിലും ഒരിക്കൽ പണം നൽകിയാലും ഇവരുടെ ഭീഷണി അവസാനിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ തട്ടിപ്പുകാർ നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയുള്ള വ്യക്തിഗത വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പൂർണ്ണമായി കൈവശപ്പെടുത്തിയിട്ടാകും കെണിയൊരുക്കുന്നത് എന്നതിനാൽ തന്നെ അബദ്ധം പറ്റിയതിന് ശേഷം തട്ടിപ്പുകാരെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടോ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് അത് ഡീആക്ടിവേറ്റ് ചെയ്തതുകൊണ്ടോ യാതൊരു ഫലവുമില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ തന്നെ വിവരങ്ങൾ ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ടാകും. അതിനാൽ തന്നെ ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വന്നാൽ ഒട്ടും മടിക്കാതെ ഉടൻ തന്നെ 1930 എന്ന കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന ഔദ്യോഗിക സൈബർ ക്രൈം പോർട്ടൽ വഴിയോ പരാതി രജിസ്റ്റർ ചെയ്ത് സൈബർ പോലീസിൻ്റെ സഹായം തേടേണ്ടതാണ്. നിങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും രഹസ്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് തന്നെ പോലീസ് ഇതിനെതിരെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ ഗുണഭോക്താക്കൾ
സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ളവർ, അതുപോലെ തന്നെ കാർഷിക ലോണുകളൊക്കെ തന്നെ എടുത്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇനി എടുക്കാനായിട്ട് താല്പര്യമുള്ളവരോ ഒക്കെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും കർഷക ID, അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID എടുക്കേണ്ടതാണ്. ഇതിനായിട്ട് CSE അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ പോകുമ്പോൾ കർഷകൻ്റെ ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഭൂമിയുടെ നികുതി അടച്ച രസീത്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, നിങ്ങളുടെ റേഷൻ കാർഡ് എന്നിവ കയ്യിൽ കരുതണം. ഈ വെരിഫിക്കേഷന് ശേഷം കൃഷിഭവനിലെയും ബന്ധപ്പെട്ട വകുപ്പുകളിലെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ ഈ അപേക്ഷകളൊക്കെ തന്നെ പരിശോധിച്ച് അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്കാണ് കർഷക ID ജനറേറ്റ് ആകുന്നത്. ഈ ID ഉള്ളവർക്ക് പിന്നീട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെയൊക്കെ തന്നെ വിതരണം സംസ്ഥാനത്തുടനീളം ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അടുത്തിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ UDF സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കുന്നതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായിട്ട് വരുന്ന 5ഓളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ തന്നെ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന 16ഓളം വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുമാണ് ഈ മാസം മുതൽ തുക ലഭ്യമായിട്ട് തുടങ്ങുന്നത്. ഇത്തവണ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ പെൻഷൻ തുകയായി ലഭിക്കുന്നത് പ്രതിമാസം 2000 രൂപ വീതമാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് പുറത്തു വന്നിട്ടുള്ളത്. മെയ് മാസത്തിലെ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണവും കൃത്യമായിട്ടൊക്കെ തന്നെ നടത്തുന്നതിനായിട്ട് ഏതാണ്ട് 1800 കോടി രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി പൊതുവിപണിയിൽ നിന്നും കടപ്പത്ര ലേലത്തിലൂടെ സമാഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 26 ചൊവ്വാഴ്ച നടക്കുന്ന ഈ കടപ്പത്ര ലേലം പുതിയ UDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന ഏറ്റവും ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കടമെടുപ്പ് കൂടിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണ നടപടികളൊക്കെ തന്നെ പൂർണ്ണതോതിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന ധനവകുപ്പ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. ഇന്നും നാളെയും ഒക്കെയായിട്ട് തന്നെ ഈ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്നതിനുള്ള സാങ്കേതികമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ബാങ്കുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ട്രഷറി വിഭാഗം ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവരിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിഹിതം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ തുക പിൻവലിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുക മാത്രമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക. അതിനാൽ തന്നെ കേന്ദ്ര വിഹിതത്തിൻ്റെ അളവനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കുന്ന തുകയിൽ 200 രൂപയോ 300 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ ഒക്കെ വരെയുള്ള കുറവ് സ്വാഭാവികമായിട്ടും കാണാൻ സാധിക്കുമെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ തുക കുറഞ്ഞു പോയതിനെ ഓർത്ത് ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക വിനിമയ സംവിധാനമായിട്ടുള്ള PFMS വഴി കേന്ദ്ര വിഹിത തുക അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തീർച്ചയായിട്ടും നേരിട്ട് പ്രത്യേകമായി തന്നെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും അക്കാര്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് തുക തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വമ്പൻ കുതിപ്പ് തുടരുകയാണ്. തിങ്കളാഴ്ച മെയ് 25-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 30 രൂപ കൂടി 14,610 രൂപയും പവന് 240 രൂപ കൂടി 1,16,880 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.